ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് തഞ്ചാവൂർ എക്സ്പ്ലോറിങ്. അപ്പോൾ വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്ട്രീറ്റിലാണ്. അതായത് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ശ്രീ ബൃഹദേശ്വര ടെമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ നേരെ അങ്ങോട്ടല്ല പോകുന്നത്. അതുപോലെ തന്നെ പാലസ് ഉണ്ട്, മറാത്ത പാലസ് അല്ലെങ്കിൽ തഞ്ചാവൂർ പാലസ് എന്ന് പറയാം. അങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ട്. പ്ലസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒരുപാട് ഫുഡ് സ്പോട്ട്സ് ഉള്ള സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇത് കോഫി പാലസ് എന്ന് പറഞ്ഞാൽ 45 വർഷം പഴക്കമുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിസരത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. കുറച്ച് ലേറ്റായി സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതുകൊണ്ട് തന്നെ വെയിൽ വന്നു തുടങ്ങി. ഇതൊക്കെ ഒരു ടെമ്പിൾ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ തന്നെ. ഇതിങ്ങനെ രഥമാണ്, എഴുന്നള്ളിച്ച് കൊണ്ടുപോകണ രഥമൊക്കെ അല്ലേ, രഥോത്സവത്തിലൊക്കെ കാണുന്ന പോലത്തെ. ഇതിലാണ് ഇങ്ങനെ വിഗ്രഹം കൊണ്ടുപോകണമൊക്കെ. ഇവിടെ അങ്ങനത്തെ ഒരു പ്രധാന സ്ഥലമാണ് ടെമ്പിൾ സിറ്റി. പിന്നെ തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ റൈസ് ബൗൾ ഓഫ് തമിഴ്നാട് എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷി സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ കൃഷി സ്ഥലത്തല്ല നിൽക്കുന്നത്, ടൗണിലാണ്, സിറ്റിയുടെ നടുക്കാണ്. കുറേ കാഴ്ചകൾ, തിരക്ക് പിടിച്ച നഗര കാഴ്ചകളുടെ ഇടയിൽ തന്നെയാണ്. അപ്പോൾ കോഫി പാലസിൻ്റെ വളരെ അടുത്താണ്. അങ്ങോട്ട് ആദ്യം പോകാം. ഓക്കെ, അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങാം. എന്നിട്ട് പാലസിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഒരു ഓട്ടോക്കാരന് തപ്പുന്നുണ്ട്. ഒരു ഓട്ടോ ആയിരിക്കും ഏറ്റവും നല്ല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. എങ്കിലും രാവിലെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോയിലേക്ക് കയറാം. അപ്പോൾ കോഫി പാലസ്, ഇവിടെയും രാവിലെ കോഫി കൾച്ചറൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ആ സൈഡിലൊക്കെ കുഞ്ഞ് കടകളുണ്ട്. അവിടെ എല്ലാ ആൾക്കാർ ചായയും സ്നാക്സും എല്ലാം കഴിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. ഇതാണ് ഹോട്ടൽ കോഫി പാലസ്. ഇവർക്ക് 2 ഷോപ്പുണ്ട് സിൻസ് 1976. അങ്ങനെ കോഫി പാലസിൻ്റെ ഉള്ളിൽ വന്നു. ഇത് ഓണറാണ് ശ്രീ സന്തോഷ്. സെക്കൻഡ് ജനറേഷനാണ്. 46 years ബാക്ക് യുവർ ഫാദർ സ്റ്റാർട്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അതായത് കോഫി അവർ തന്നെയാണ് ഗ്രൈൻഡ് ചെയ്യുന്നതും അല്ല. കോഫി ദേ മേക്ക് ദെയർ ഓൺ കോഫി. പിന്നെ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആണ്. അതിൽ റവ ദോശ ആൻഡ് മോർണിംഗ് യു ഗെറ്റ് ഇഡ്ലി ദോശ എല്ലാം കിട്ടും. റവ പൊങ്കലും ഫേമസ് ആണ്. അപ്പോൾ കോഫി ഇവർ തന്നെ ഉണ്ടാക്കും. ആ കോഫിയിലാണ് അവർ ഫിൽറ്റർ കോഫി. ഇവരുടെ സ്വന്തം പ്രൊഡക്ഷനാണ് ഇതെല്ലാം. ഇത് ഡ്രൈ ഗുലാബ് ജാമുൻ, ചന്ദ്രകല, മൈസൂർ പാക്ക്, സ്പെഷ്യൽ ലഡു, ഗുലാബ് ജാമുൻ ആൻഡ് ബാദുഷ. ഇതെല്ലാം ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ. സ്വന്തമായിട്ട് ഇവർക്കൊരു ബ്രാൻഡാണല്ലോ ഇവരുടെ. അവരുടെ ഓൺ കോഫി മേക്കിംഗ്, കോഫി പൗഡർ അവർ തന്നെ ഉണ്ടാക്കുന്നത്. പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ്. ആഹാ, നല്ല മണം. Your coffee, this is robust. This one is the powder making machine, powdering, and this one is the roaster. We need to pour green beans here, okay. And then this will be the engine section. Okay. The drum will be run. This will be, the drum will be in the fire. Okay. We need to burn, so it will be roasted. And the dust particles will be settled. The dust particles will be settled. That's not outside. So you need to, once the machine will be ready to connect, like this will be here. There will be 4 varieties of coffee beans. That's what I wanted to ask. Yeah, Robusta, Free Berry, Sea Coffee. What's the percentage? Percentage for 1 kg we may add 200 grams. ഓക്കെ, അപ്പോൾ കോഫി പൗഡർ ഇങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്ക് റോസ്റ്റിംഗ് മെഷീൻ ഉണ്ട്. റോസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ 4 വെറൈറ്റി ഓഫ് കോഫിയാണ്. വാട്ട് ആർ ദി വെറൈറ്റീസ്? Robusta, Free Berry, Sea Coffee, A Coffee. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് കോഫി മിക്സ് ചെയ്തിട്ടാണ് പൊടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 കിലോ ഇതിന് ഒരു 200 ഗ്രാം ചിക്കോറി മാത്രമേ മിക്സ് ചെയ്യുള്ളൂ. ദാറ്റ് ഇസ് മിക്സ്ഡ് ലേറ്റർ. ഇവർ ഇതുപോലെ ഉണ്ടാക്കിയ കോഫി പൗഡർ വെച്ചിട്ടാണ് ഫിൽറ്ററിൽ ഇട്ടിട്ട് അതിൽ നിന്നും അതിൻ്റെ സത്ത് എടുത്തിട്ട് ഫിൽറ്റർ ചെയ്ത് താഴേക്ക് വരും ആ ഒരു കോഫിയുടെ കോൺസെൻട്രേറ്റ്. ഇതാണ് ഫിൽറ്റർ ചെയ്ത് കിട്ടിയിരിക്കുന്ന ആ ഒരു കോഫിയുടെ ഫുൾ. അതിലാണ് പിന്നെ ഇനി പാലൊക്കെ മിക്സ് ചെയ്ത് വരുന്നത്, ഫിൽറ്റേർഡ് കോഫി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആദ്യത്തെ കട ഇത് 200 മീറ്റർ അപ്പുറമാണ്. ഇത് ഇവരുടെ വീടായിരുന്നു എന്നാണ് പറയുന്നത്. വീട് ഇപ്പോൾ കൺവേർട്ട് ചെയ്ത് ഇവരുടെ ഹോട്ടൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു വീട്, പണ്ടത്തെ ട്രഡീഷണൽ ഹൗസായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ കോഫി പാലസ്. അങ്ങനെ തഞ്ചാവൂർ എക്സ്പ്ലോറിങ്ങിന് ഫസ്റ്റ് ഇത് തന്നെ നല്ലൊരു കടയിൽ നിന്ന് അത് തുടങ്ങുന്നു. റവ ദോശ ആൻഡ് റവ പൊങ്കൽ എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഇത് 2 കാര്യങ്ങളാണെന്ന് പറയുന്നു. ബാക്കി പൂരി, മസാല ദോശ, ഇഡ്ലീസ് എല്ലാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിച്ചിയിൽ അതൊന്നും റവ പൊങ്കൽ കഴിക്കാൻ പറ്റിയില്ല. നമ്മൾ പോകുമ്പോഴേക്കും അവിടുത്തെ ടിഫിനെല്ലാം തീർന്നിരിക്കും. ഇന്നിപ്പോൾ എന്തോ ഭാഗ്യത്തിന് ടിഫിനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ തിരക്ക് ഉണ്ട്, അത്യാവശ്യം ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റവ പൊങ്കലും കഴിക്കാം, റവ ദോശയും കഴിക്കാം.
കാര്യം നമ്മൾ എല്ലാവരും എന്നോട് ചോദിക്കും ചേച്ചി ഇതെല്ലാം കൂടെ എങ്ങനെ കഴിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഒരു നെസസിറ്റിയാണ് കഴിക്കുക എന്നുള്ളത്. കാര്യം നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാനും കൂടിയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് എത്തിക്കുക എന്നുള്ള അതിൻ്റെ രുചിയും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ കഴിക്കും. പിന്നെ രണ്ടാമത് ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കേണ്ടി വരും. അപ്പോഴും കഴിക്കും, ഇച്ചിരി കഴിക്കാൻ. ഇലയിലാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ. യാ, പിന്നെ അവരുടെ സാമ്പാർ വടയും ഗംഭീരമാണെന്ന് പറയണു. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു സാമ്പാർ വട തരട്ടെ. എന്തൊക്കെ പറഞ്ഞാലും സൗത്ത് ഇന്ത്യയിൽ വന്ന, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഈ വെജിറ്റേറിയൻ ടിഫിനൊക്കെ ഭയങ്കര ഗംഭീരമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ട്രിച്ചി ഈസ് ഡിഫറെൻറ്റ്, തഞ്ചാവൂർ ഈസ് ഡിഫറെൻറ്റ്. അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. ട്രിച്ചിയിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും കുംഭകോണം, ഇങ്ങനെയാണല്ലോ പോകുന്നത്. ഇതെല്ലാം ഒരു കാവേരി നദിയുടെ ഒരു ഡെൽറ്റ ഈ റീജിയനാണ്. ഇത് വളരെ ഫെർട്ടൈലായിട്ടുള്ള ലാൻഡാണിത്. ഇതാണ് റവ പൊങ്കൽ. ഓരോന്നോരോന്നായിട്ട് വരട്ടെ. ചട്നീസ്, തേങ്ങ ചട്നി, കാരച്ചട്നി, മല്ലിച്ചട്നി, കാരച്ചട്നി, അതായത് മുളക് ചട്നി, മല്ലിച്ചട്നി. ഇപ്പോൾ 3 ചട്നീസായി. തേങ്ങ ചട്നി, ചട്നി ആൻഡ് മല്ലിച്ചട്നി. ഇതാണ് പുള്ളി സജസ്റ്റ് ചെയ്തവരുടെ സാമ്പാർ വട. താങ്ക് യു. സാമ്പാർ വടയും അവരുടെ ഫേമസ്. ഓക്കെ, നമ്മളൊരു സാമ്പാർ വട ട്രിച്ചിയിൽ വെച്ച് കഴിച്ചാൽ അത് കുറച്ച് ഡിഫറെൻറ്റ്. വട്ടം കുറച്ചുകൂടെ വലുതായിരുന്നു, ഇതുപോലെയുള്ള അലങ്കാരങ്ങളൊന്നുമില്ലായിരുന്നു. ഞാൻ റവദോശയ്ക്കും കൂടെ വെയിറ്റ് ചെയ്യാണ്. ഇതെല്ലാം വന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടാണ് കഴിച്ചു തുടങ്ങുന്നത്. ഓ, വലുത്. ഓക്കെ, ബിഗ് റവദോശ മടക്കി വെക്കണം, അല്ലെങ്കിൽ ഇലയിൽ നിന്നും പുറത്തേക്ക് ചാടും. അങ്ങനെ സംഗതി എത്തിക്കഴിഞ്ഞു. ഇത് റവദോശയൊക്കെ ചൂടോടുകൂടി കഴിക്കണം. അപ്പോൾ ആദ്യം റവദോശയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിൽ തേങ്ങാക്കൊത്തെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങാ ചട്നി. തേങ്ങാ ചട്നി എന്ന് പറയുമ്പോൾ ഇവർ അതിൽ പൊട്ടുകടലയും കൂടി ചേർക്കും. വേറെ ടേസ്റ്റാണ്. നല്ല സ്പൈസി, ഗംഭീരം. ആൻഡ് ഇത് കാരച്ചട്നി. അത്യാവശ്യം നല്ല എരിവ്. മല്ലിച്ചട്നി, മല്ലിയില, അടിപൊളി. ദൈവമേ, ഇത് മുഴുവൻ എന്തെല്ലാം കഴിക്കണം. സാമ്പാർ, ഇതിനകത്ത് കുരുമുളകുണ്ട്, മുളകുണ്ട്, പച്ചമുളകുണ്ട്, അത്യാവശ്യം സ്പൈസി ആൻഡ് ഗുഡ്. റവ പൊങ്കൽ. ഈ റവ പൊങ്കലും ഇങ്ങനെ കഴിക്കണ്ടേ. ചമ്മന്തി എല്ലാം കൂട്ടി റവ പൊങ്കൽ പല കോമ്പിനേഷൻസിൽ. യമ്മി. Oh, sweet, huh? Sweet ashoka. That's ashoka. Oh, very good. Thank you. Sweet ashoka halwa. Ashoka halwa ഉണ്ട്. ചൂട് നല്ല. എന്താ ടേസ്റ്റ്. നെയ്യൊക്കെ ഇങ്ങനെ. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. നോക്ക്, സാമ്പാർ വടേ ഇത് നിറച്ച് സാമ്പാറിൽ ഇങ്ങനെ കുതിർത്താണ് കഴിക്കുന്നത്. ഗംഭീരം. സോ നൈസ്. ഉഴുന്ന് വടയാണ് സാമ്പാർ വടയാവുന്നത്. സാമ്പാറിലിട്ടിട്ട് കുതിർത്ത് വരും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് അടിപൊളി. പിന്നെ ഒരു അടിപൊളി ഫിൽറ്റർ കോഫിയും കൂടെ വരും. ഓക്കെ, തേങ്ങയുടെ പീസ്, കാരറ്റ്സ്, പച്ചമുളക്, ധാരാളം കുരുമുളക്, ഹോൾ പെപ്പറാണ്. നമുക്ക് എരിവ് കുറച്ചുകൂടെ സ്പൈസി വേണമെങ്കിൽ ഇത് കടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റിയിട്ട് കഴിക്കാം. ഫിൽറ്റർ കോഫി ഈസ് കമ്മിങ്. താങ്ക് യു. ഇതാണ് അടുത്ത ഹൈലൈറ്റ്. മൈ ഗോഡ്, ഏറ്റവും സന്തോഷം തനിക്കുന്ന കഴിച്ചത് അതെ ഫിൽറ്റർ കോഫി കുടിക്കുക എന്നുള്ളതാണ്. തമിഴ്നാട്ടിലേക്ക് വന്നത് ഇത് ഇവരുടെ തന്നെ സ്വന്തം കോഫി പൗഡർ, കാപ്പിപ്പൊടി ഉണ്ടാക്കി. സ്ട്രോങ്.
നൈസ്, അടിപൊളി. ഇനി എത്ര കോഫി കുടിക്കാൻ കിടക്കുന്നു. കംപ്ലീറ്റ് തഞ്ചാവൂർ, കുംഭകോണം എല്ലാം കോഫി കോഫി കോഫി. പ്രമാദം. എൻ്റെ തമിഴ് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. വന്ന് ശരിയാകുമായിരിക്കും. എനിക്കിഷ്ടമാണ് പൊട്ട തമിഴ് പറഞ്ഞ് നടക്കാൻ. അങ്ങനെ കോഫി കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഓ, പുറത്തെന്താ വെയിൽ എൻ്റെ അമ്മേ. ഇനി പോവാണേ അടുത്ത സ്ഥലം. ഗംഭീരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇൻ കോഫി പാലസ്. ഇനി ഒരു പാലസിലേക്ക് തന്നെ പോവാം. മറാത്ത പാലസ് അല്ലെങ്കിൽ തഞ്ചാവൂർ പാലസ് എന്ന് പറയുന്നത്. ഓട്ടോ ആയിട്ടില്ല, കാറിൽ തന്നെ പോവുകയാണേ. ടെമ്പിൾ സിറ്റിയിൽ വന്നാൽ പൂ വയ്ക്കണം എന്നാണ്. നോക്കൂ, കനകാംബരവും കൊഞ്ചം മല്ലികപ്പൂ. യെസ്, മല്ലികപ്പൂ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നാ വില? 50 രൂപ. ഓക്കെ, 50-50. യാ, கவரில் படுத்துற வச்சுங்களா? താങ്ക് യു. ഓ, പൂവെല്ലാം വെച്ചു. അങ്ങനെ തഞ്ചാവൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. കാറ് ഈ ഒരു വാതായനം കടന്നു പോകും. ഈ ഒരു കോട്ടയ്ക്കകത്തു കൂടിയാണ് പോകേണ്ടത്. ആദ്യത്തെ മതിൽക്കെട്ട് കഴിഞ്ഞു. അടുത്ത കോട്ടയുടെ ഉള്ളിലൂടെ ഇങ്ങനെ കാറ് കടന്നു പോകുന്നൊരു വഴിയുണ്ട്. വലിയൊരു പടിപ്പുരക്കെട്ടിലൂടെയാണ് നമ്മളിപ്പോൾ കടന്ന് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പോകുന്നത്. ഇതൊരു നടുത്തളം പോലെ ഈ ഭാഗത്തേക്ക് എത്തുന്നു. ഇവിടെയൊക്കെ കുറച്ച് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കാലപ്പഴക്കത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്ന ചില ഏരിയാസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളിങ്ങനെ നടുതളത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഞാൻ ആ നടുത്തളത്തിൻ്റെ ആ ഭാഗം കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്. അവിടെ ഒരു സൈഡിലേക്ക് ദർബാർ ഹാളാണ്, അതൊരു സൈഡ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ പിന്നിലൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു വലിയൊരു മണിമന്ദിരം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 15 നിലയുള്ള ബിൽഡിങ്. മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിന് കീഴിൽ തഞ്ചാവൂർ ഇരുന്ന ആ ഒരു കാലം, ആ സമയത്ത് ഈ പ്രദേശം ഭരിച്ചിരുന്ന ബോൺസ്ലെ കുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. 1684 AD സഹാജി മഹാരാജാവാണ് ഈ ദർബാർ ഹാള് നിർമ്മിച്ചത്. ഇഷ്ടികയും കുമ്മായവും അതുപോലെ ഇവിടെ പ്രാദേശിക നിർമ്മിതമായിട്ടുള്ള ഓടും ഒക്കെ കൊണ്ട് മറാത്ത വാസ്തുശില്പ ശൈലിയിലാണ് ഈ ഹാള് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. മറാത്ത കാലത്തിന് മുൻപ് ഇവിടെ ഭരിച്ചിരുന്ന നായ്ക്കർ രാജവംശമായിരുന്നു തഞ്ചാവൂർ കൊട്ടാരം നിർമ്മിച്ചത്. പിൽക്കാലത്ത് ബിജപ്പൂർ നവാബായിരുന്ന ഛത്രപതി ശിവജിയുടെ അർദ്ധ സഹോദരനായ ആഹുജി, അദ്ദേഹമാണ് 1674 തഞ്ചാവൂർ പിടിച്ചടക്കുന്നത്. പിന്നെ 1674 മുതൽ 1855 വരെ അവരാണ് ഇവിടെ ഭരിച്ചിരുന്നത് തഞ്ചാവൂരൊക്കെ. ഇപ്പം നമ്മൾ ദർബാർ ഹാളിൻ്റെ എൻട്രൻസ് വഴി അകത്തേക്ക് കയറുകയാണ്. അതെ, ദർബാർ ഹാളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ കുറേ പെയിൻറ്റിങ്സ് എല്ലാം കാണാം, പഴയ കാലത്തെ ചുവർ ചിത്രങ്ങൾ. ഇതിവിടുത്തെ മ്യൂസിയമാണ്. ദർബാർ ഹാളിലൂടെ പണി നടക്കുകയാണ്, അത് കാരണം ഇപ്പോൾ അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. മ്യൂസിയം എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാ ആർട്ടിഫാക്ട്സ്, ആയുധങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. രാജാവിൻ്റെ ഹെഡ് ഗിയേഴ്സാണ് ഈ കാണുന്നത്. ആ കാലത്തെ മറാത്താസ്, ഇത് അവരുപയോഗിച്ചിരുന്ന വെപ്പൺസ്, അങ്ങനത്തെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ്, അല്ലാത്ത കാര്യം താഞ്ചൂർ പെയിൻറ്റിങ്സ്, ഇതെല്ലാം ആ കാലത്തെ പണിയായുധങ്ങൾ. അമ്മിക്കല്ല്, ആട്ടുകല്ല്, തിരികല്ല്, ആടിപ്പൊളി പഴയ തിരികല്ല് ആ കാലത്തെ. ഓഹോ,
അരിപ്പട്ടിയെല്ലാം നോക്കിയേ, ആ പാം പല്ലക്കിൻ്റെ മുകളിൽ വെക്കുന്നതാണ് തോന്നുന്നത്, എലിഫൻറ്റ് പല്ലക്കിൻ്റെയൊക്കെ. ഇതെല്ലാം കായപ്പെട്ടികൾ, പഴയ തഞ്ചാവൂർ പെയിൻറ്റിങ്സ് മഹാരാജാക്കന്മാരുടെ. രാജ സിഫോജി, സൺ ഓഫ് രാജ സിഫോജി, 1798 കേട്ടോ. ഇതൊക്കെ മറാത്ത രാജാക്കന്മാരുടെ കേട്ടോ. ഹിസ് ഹൈനസ് രാജ സിഫോജി സൺ, 1798. ഇതാരാ? പെയിൻറ്റിംഗ് ആണ്. ഇതെല്ലാം തഞ്ചാവൂർ പെയിൻറ്റിങ്. തഞ്ചാവൂർ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത സ്വർണ്ണവും കൂടി ചേർത്തിട്ടാണ് അവർ പെയിൻറ്റ് ചെയ്യുന്നത്. ഗോൾഡിൻ്റെ ഉപയോഗമുണ്ട്. ഇത് ഇവരുടെ പൂജ ആർട്ടിക്കിൾസാണ്. പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്ന പലതരം ദീപങ്ങൾ. നാഗദീപം നോക്കി, നാഗം പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നാഗദീപം ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണേ. ഇത് ഋഷഭദീപം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉത്തരാണി പൂജ ആർട്ടിക്കിൾസ്, പലതരം വെഞ്ചാമരം, ഇതൊക്കെ മെറ്റലാണ്. ബ്രോൺസ് മെറ്റൽ ഇവിടെ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നൊരു കാലമാണ്. ഇതവരുടെ വെപ്പൺസ്. ഈ കൊട്ടാരത്തിൻ്റെയും ദർബാർ ഹാളിൻ്റെയൊക്കെ പഴയകാല ചിത്രങ്ങളാണ്, പഴയകാല പ്രൗഢിയുടെ ചിത്രങ്ങൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പഴയ തഞ്ചാവൂർ. ഇത് മറാത്ത രാജാക്കന്മാരുടെ തഞ്ചാവൂർ പെയിൻറ്റിങ്സ് ആണ് കാണുന്നത്. ചുവർ ചിത്രങ്ങളായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോട്ടോ ഐ മീൻ ചിത്രം, അവരുടെ എല്ലാം പെയിൻറ്റിങ്സ് ആണ്. ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഇവരുടെ ജുവൽ ബോക്സ്. ഇതെല്ലാം കണ്ടില്ലേ, അവർ പ്രാർത്ഥിച്ചിരുന്ന വിഗ്രഹങ്ങൾ, കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതെല്ലാം സ്റ്റോറേജ്. പിന്നെ അത് വിളംബരമൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നതായിരിക്കണം. ഇത് സ്റ്റോറേജിൻ്റെ സംഗതികളാണ്. ഡ്രംസ്. ഇത് എ വ്യൂ ഓഫ് ദ സിറ്റി ഓഫ് തഞ്ചൂർ ടേക്കൺ ഫ്രം എ റാഫ്റ്റിയർ ഇൻ ദ ലിറ്റിൽ ഫോർട്ടിൽ നിന്നും എടുത്തൊരു പിക്ചറാണ് കേട്ടോ. ഇത് തഞ്ചാവൂരിൻ്റെ ഒരു പുറമേ നിന്നുള്ളൊരു ചിത്രമാണ്. അതായത് കോട്ടയും കോട്ടമതിലും. പാലസ് ഓഫ് തഞ്ചാവൂരിൻ്റെ വെളിയിൽ നിന്നെടുത്തൊരു പഴയകാല ചിത്രം. 1776 വ്യൂ ഓഫ് ദി ഗേറ്റ് വേ ഇൻ ടു ദി കോർട്ട് ഓഫ് ദ പാലസ് ഓഫ് താഞ്ചൂർ. ഇങ്ങനെയൊക്കെ ഇരുന്നു. വാവ്. ഇതൊക്കെ ആർട്ടിഫാക്ട്സ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ മ്യൂസിയം. അമൂല്യമായ ഫോട്ടോ കളക്ഷനാണ് കേട്ടോ ഇത്. ശരിക്കും ഇത് ആരൊക്കെ എന്തൊക്കെ ഏത് ഇയർന്നൊന്നും അവർ മാർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ മറാത്ത രാജാക്കന്മാരും അവരുടെ കുട്ടിക്കാലത്തെ അവരുടെ മക്കൾ, അങ്ങനത്തെ, പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യം അതിന് ശേഷമുള്ളത്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഫോട്ടോഗ്രാഫ്സ്, ശ്രീമതി ഇന്ദിരാഗാന്ധി എല്ലാം കാണിക്കുന്നത് എല്ലാം ആ കാലം, പഴയ കാലം തൊട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ ഉണ്ട്. രാജാവിൻ്റെ മക്കൾ, ഇവരുടെയൊക്കെ ചെറുപ്പകാലം, ഡ്രസ്സിങ് അപ്പ്, അവരുടെ ഓർണമെൻറ്റ്സ്, ഇതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് ഏത് രാജാവായിരുന്നു എന്ന് ഓർക്കുന്നത് ഇതിൽ എഴുതിയിട്ടില്ല. പക്ഷെ മറാത്ത രാജാവിൻ്റെ കാലത്തുള്ളത് തന്നെയാണ്, അവരുടെ ഭരണകാലത്ത് തന്നെ. ഇതാ മ്യൂസിയം എക്സ്റ്റൻഷനാണ്. മഹാരാജ സർഫോജീസ് മെമ്മോറിയൽ ഹാൾ. ഓക്കെ അറിയാമല്ലേ. ഓരോരോ ഇടനാഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സർഫോജി മഹാരാജാവിൻ്റെ മെമ്മോറിയൽ ഹാൾ. അതിപ്പോൾ എല്ലാം മ്യൂസിയമാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്താണ് ഈ സരസ്വതി മഹൽ ഹാൾ പോലെ, അതവിടെ ലൈബ്രറി ആയിട്ട് സൂക്ഷിക്കുന്നു. പിന്നെ പല പല കാര്യങ്ങളാണ്. ഇതെല്ലാം റിനോവേഷൻ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. കണ്ടല്ലോ, ഒരു ഡൈലാബിലേറ്റഡ് കണ്ടീഷനാണ് ചില ഭാഗങ്ങളെല്ലാം. ഇപ്പോൾ വർക്ക് നടക്കുന്നു. നമ്മൾ വന്ന സമയം ശരിയല്ല, അതുകൊണ്ടാണ് ഇതൊക്കെ കാണേണ്ടി വന്നത്, റിനോവേഷൻ വർക്ക്. എല്ലാം ദർബാർ ഹാളിൻ്റെ പല ഭാഗങ്ങളായിരുന്നു. കംപ്ലീറ്റ് വർക്ക് നടക്കുക.
ഇടിഞ്ഞ് പൊടിഞ്ഞ് ആഹാ. ഇവിടെ നോക്കുമ്പോൾ കാണാം. ഇപ്പോൾ എൻട്രി ഇല്ല, പക്ഷേ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് അകത്തോട്ട്. വലിയ തൂണുകളും ഭയങ്കര കളർഫുള്ളായിരുന്നു ദർബാർ ഹാള്. രാജ ടു സർഫോജീസ് മെമ്മോറിയൽ ഹാൾ, സാദർ മഹൽ പാലസ്. മേളിലേക്ക് പോകേണ്ടി വരും. പടിക്കെട്ടുണ്ട്, വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു പടിക്കെട്ടാണ്. ഇവിടെ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ധാരാളമുണ്ട്. മാനുസ്ക്രിപ്റ്റ്സ്, കോയിൻസ് ഓഫ് ഛത്രപതി ശിവജി. ആ കാലത്തെ കോയിൻസ് ഓരോ കാലഘട്ടത്തിലെയും. പിന്നെ വിദേശ നാണ്യങ്ങൾ കാണാം. കോയിൻസ് ഓഫ് തായ്ലൻഡ്, ഫിലിപ്പൈൻസ്. ഇവിടെയൊക്കെ കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ. ഇത് ശിവജി മഹാരാജാവിൻ്റെ കാലത്തെ കോയിൻസ്. രാജാക്കന്മാരുടെ ശേഖരമാണിത്. അന്ന് ഒരു 17-ാം നൂറ്റാണ്ട് തൊട്ട് അവർ ശേഖരിച്ച് വെച്ച ആർട്ടിഫാക്ട്സും ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെയാണ്. ആഭരണപ്പെട്ടി. ബ്രോൺസ് ഒരു പ്രധാനപ്പെട്ടൊരു മെറ്റലായിരുന്നു. ആയുധങ്ങൾ നോക്കി, ചെറിയ സിൽവർ ഓർണമെൻറ്റ്സ്, അല്ല സിൽവർ വെസൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു മറാത്ത പാലസ് എന്ന് തന്നെ പറയാം. കാര്യം ഇത് ആക്ച്വലി ഈ പാലസ് നായ്ക്കർ ആ കാലഘട്ടം, നായ്ക്കർ ഡൈനാസ്റ്റിയുടെ കാലത്താണ് ഉണ്ടാക്കിയെങ്കിലും പിൽക്കാലത്ത് വന്ന് മറാത്ത രാജാക്കന്മാരാണത് ഇതിൻ്റെ ബാക്കി പണിയെല്ലാം ചെയ്തത്. അവരുടേതായ ഒരു ശൈലിയിലേക്ക് മാറ്റിയത്. അവരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ ഒരു പാലസ് കോംപ്ലക്സ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതൊക്കെ ഇപ്പോൾ മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്താണ് ആ ദർബാർ ഹാൾ. ഇത് ഭംഗിയായിരിക്കും. അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. ഇതൊക്കെ അവരുടെ വസ്ത്രങ്ങളാണ്. റോയൽ മറാത്ത ഡ്രസ്സസ്. ഇതിൽ അവിടെയും ഇവിടെയൊക്കെ കാണുന്നത് അന്ന് മറാത്ത രാജാക്കന്മാരുടെ ഡ്രസ്സുകളായിരുന്നു, റോയൽ ഡ്രസ്സ്. അതിൻ്റെയൊക്കെ കുറച്ച് സാമ്പിൾസ് കാണാം ഇവിടെ അവരുപയോഗിച്ചുകൊണ്ടിരുന്നത്. മറാത്ത കാലത്തിന് മുൻപ് ഇവിടെ ഭരിച്ചിരുന്നത് നായ്ക്കർ രാജവംശമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിലും തഞ്ചാവൂർ കൊട്ടാരം അവരാണ് നിർമ്മിച്ചതെങ്കിലും ബിജപ്പൂരിലെ നവാബായിരുന്ന ഛത്രപതി ശിവജിയുടെ അർത്ഥ സഹോദരൻ അഹൂജിയാണ് 1674 തഞ്ചാവൂർ പിടിച്ചടക്കുന്നത്. പിന്നീട് 1674 മുതൽ 1855 വരെ അവരാണ് തഞ്ചാവൂർ ഭരിച്ചിരുന്നത്. ഒരു വളരെ നല്ല ഭരണം തന്നെയാണ് നടത്തിയിരുന്നത്. എങ്കിലും അധികാരം തട്ടിയെടുക്കാനുള്ള അട്ടിമറി ശ്രമങ്ങളൊക്കെ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. 1784 സർഫൂജി രണ്ടാമൻ്റെ സ്വന്തം മരുമകനായ അമർ സിംഗ് അദ്ദേഹം സർഫൂജീനെ സ്ഥാനഭ്രഷ്ടനാക്കി, എന്നിട്ട് അധികാരം പിടിച്ചെടുത്തു. പിൽക്കാലത്ത് സർഫൂജി ബ്രിട്ടീഷ് പടയുടെ സഹായത്തോടെയാണ് അമർ സിംഗിനെ അവിടെ നിന്നും വീണ്ടും സ്ഥാനഭ്രഷ്ടനാക്കി തുരത്തി ഓടിച്ചിട്ട് അധികാരം തിരിച്ചു പിടിക്കുന്നു. അപ്പോൾ ഈ കൊട്ടാരവും കൊട്ടാര കോംപ്ലക്സും സമുച്ചയവും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ കഥകൾക്കെല്ലാം സാക്ഷിയാണ്. അപ്പോൾ ആ കാലം തൊട്ടുള്ള ചരിത്രമാണ് ഈ മ്യൂസിയത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ പെയിൻറ്റിങ്സ് ആണെങ്കിലും ഇവിടുത്തെ എന്തൊക്കെ പറയുക, ആർട്ടിഫാക്ട്സ്, കോയിൻസ്, ഒരു ഗതകാല സ്മരണകളാണ് നമ്മളിൽ ഉണർത്തുന്നത്. അന്നത്തെ പലതരം നോട്ടുകൾ, വിദേശ വിനിമയം നടന്നിരുന്നതിൻ്റെ തെളിവുകൾ, ഇതൊക്കെ കണ്ടോ, എല്ലാ ആർട്ടിഫാക്ട്സാണ്. ഇതൊരു ഡയഗ്രമാണ്. ഇവിടെ ഈ കൊട്ടാര കോംപ്ലക്സിൻ്റെ ഒരു രേഖാചിത്രം. ഓൾഡ് തഞ്ചാവൂർ പാലസിൻ്റെ മാപ്പാണ്, 18th century. നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ അത് അന്നത്തെ ആ മാപ്പാണ് ഈ കാണിക്കുന്നത്. 18th century സമയത്ത് ഇത് ഒരു കാലഘട്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ചുവരിലെല്ലാം കാണുന്നുണ്ടോ. എല്ലാം ഇവിടെ പെയിൻറ്റിങ്സ് എല്ലാം തഞ്ചാവൂർ പെയിൻറ്റിങ്സാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. രാജാക്കന്മാരുടെ എല്ലാം സ്വർണ്ണമൊക്കെ ചേർത്തിട്ടാണ് തഞ്ചാവൂർ പെയിൻറ്റിങ്സ്. അവരുടെ കുഞ്ഞു പാത്രങ്ങൾ, അതുപോലെ കുഞ്ഞു കോവിലുകൾ, പൂജാമുറിയിൽ വയ്ക്കുന്ന ഇതെല്ലാം വെപ്പൺസ്. ഈ എന്താ പറയുക, കുന്തമൊക്കെ ഇല്ലേ, കുന്തം, തോക്ക്, തൊട്ടിൽ, റോയൽ കുഞ്ഞുങ്ങളെ കിടത്തുന്ന തൊട്ടിലാട്ടോ.
ഇതെല്ലാം തോക്ക് ഷൂ മറ്റേ എന്താണ് കുന്തം എറിയുന്ന സാധനം. ഇതൊക്കെ ഇവിടെ പഴയ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് നോക്കുമ്പോൾ ഇങ്ങനെ കാലിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അരിയില്ലേ ഇങ്ങനെ എന്താ പറയുക അങ്ങനത്തെ കത്തി നമ്മൾ ഇരുന്നുകൊണ്ട് അരിയുന്ന അതുണ്ട്. പിന്നെ അതുപോലെ ഈ സേവനാഴി, ഇതൊക്കെ സേവ ഉണ്ടാക്കുന്ന സേവനാഴിയാണ് ഇങ്ങനെ തറയിൽ വെച്ചിട്ട് നമ്മുടെ ഇടിയപ്പം പോലെ. പിന്നെ വലിയ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന ഇങ്ങനെ പാത്രങ്ങളാണ് ഇത് വലുത്. ഓക്കെ, കോട്ട് ഹാങ്ങേഴ്സ് തടിയിൽ എല്ലാം ഉണ്ടായിരുന്നു ആ കാലത്തും. എല്ലാം സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നു. ഇതൊക്കെ അത്രയും നല്ല കണ്ടീഷനിലല്ല ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഒക്കെ ഡൈലാപ്പിലേറ്റഡ് ആയി തുടങ്ങി. മ്യൂസിയം എന്നൊക്കെ പറഞ്ഞാലും അപ്കീപ്പ് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അത് വീണയല്ല, റോയൽ കൊട്ടാരത്തിൽ നിന്നൊക്കെ കിട്ടിയ സാധനങ്ങളാണല്ലോ. ഒരുപാട് കല പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു തഞ്ചാവൂർ ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും ഒക്കെ ഇവിടെ നിർമ്മിക്കുന്നുമുണ്ട് എല്ലാം. ഇവിടുത്തെ മറ്റൊരു മനോഹരമായ ഒരു മ്യൂസിയം പീസ് എന്ന് തന്നെ പറയാം. കാര്യം ഇത് രാജാക്കന്മാരുടെ വിവാഹ ഹാരമാണ്. ഇവരെല്ലാം ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ മറാത്ത രാജാക്കന്മാരും വിവാഹത്തിന് അണിഞ്ഞ മാലയാണ്. ഇത് ചന്ദനവും, ഇതൊരു പെർമനൻറ്റ് മാല എന്ന് പറയും, ചന്ദനവും ഏലക്കായും കൊണ്ടാണ് ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അവർ വിവാഹ സമയത്ത് പരസ്പരം അണിയുന്നത്, വരനും വധുവും. ഇത് വരൻ്റെ, രാജാവിൻ്റെ, ഇത് റാണിയുടെ. ഇത് രണ്ടും ഒരേപോലെ. ഇത് കുറച്ചുകൂടി ചെറുത്, അത് കുറച്ചുകൂടി വലുത്. ഏലക്ക ചന്ദനമാല. ഇതിങ്ങനെ ഒരു മ്യൂസിയത്തിൽ ഇതിങ്ങനെ ഒരു ഗ്ലാസ്സിനകത്ത് സൂക്ഷിക്കുന്നു. ഇതെല്ലാം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത് വളരെ അതിശയകരമായ. ഇത് പണ്ട് നായാടി പിടിച്ചതായിരിക്കണം. മാൻ ഇത് സെയിലിന് വെച്ചിരിക്കുന്നു. ഇത് ഒറിജിനലാണോ എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോൾ മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കൊട്ടാരത്തിൻ്റെ പ്രൊമൈസസ് ആണ്, കോംപ്ലക്സിൻ്റെ ഭാഗത്താണ്. അപ്പോൾ പാലസ് കോംപ്ലക്സിൻ്റെ ഇതിനകത്തുകൂടെ ഒരു തുരങ്കപ്പാതയുണ്ട്, ടണൽ, ശത്രുക്കൾ വന്നാൽ രക്ഷപ്പെടാനുള്ള. അപ്പോൾ ഈ ടണലിൽ നമുക്ക് വേണമെങ്കിൽ കാണാം മുഴുവൻ വവ്വാലിൻ്റെ കളിയാണ്. ഇരുട്ടായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര സ്മെല്ല്, എൻ്റെ അമ്മോ, വവ്വാൽ സ്മെല്ല്. അയ്യോ, ഇതാണ് ടണലാണ് കേട്ടോ. ഈ ഭാഗത്തേക്ക് ഇരുട്ടാണ്, അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതൊരു വലിയൊരു ടണൽ, താഴേക്ക് പടിക്കെട്ടുകളൊക്കെ ആയിട്ട് രക്ഷപ്പെടാനുള്ള തുരങ്ക മാർഗമായിരുന്നു രാജാക്കന്മാരുടെ ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നു. അയ്യോ, വവ്വാലിൻ്റെ ശബ്ദം കേൾക്കാം, ഭയങ്കര സ്മെല്ലിയാണ്. തുരങ്കപ്പാത, അവിടെയൊക്കെ വവ്വാൽ, അയ്യോ, കുട്ടികളൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. തൂങ്ങി കിടക്കുന്നുണ്ട് ആശാമാർ. നമുക്ക് ഇരുട്ടായതുകൊണ്ട് അധികം വിസിബിൾ അല്ല, ശബ്ദം കേൾക്കാമല്ലോ. അപ്സൈഡ് ഡൗൺ ആയിട്ടല്ലേ അവർ കിടക്കുന്നത് പകല്. റോയൽ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ദർബാർ ഹാളൊക്കെ കണ്ടിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു. അവിടെ ഈ കഷ്ടകാലത്തിന് അവിടെ പണി നടക്കുന്നത്. എന്ത് ചെയ്യാനാ, റിനോവേഷൻ. സോ ദ സ്റ്റെപ്സ്, കുറേ ആർട്ടിഫാക്ട്സും പഴയകാല സ്മരണകളൊക്കെ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചല്ലോ. ഓൾ മ്യൂസിയം പീസസ്. ഇനി അടുത്ത വീണ്ടും നടുമുറ്റം ഭാഗത്തേക്ക് പോകാം. ഇത് കൊട്ടാരത്തിൻ്റെ പ്രിമൈസസ് ആണ് ഈ നമ്മൾ കാണുന്നത്, കോംപ്ലക്സിനകത്ത്. ഇതെല്ലാം ഇങ്ങനെ ആൾ താമസമൊന്നും ഇല്ലല്ലോ, ഇതെല്ലാം ഇങ്ങനെ പ്രിസർവ് ചെയ്തിരിക്കുന്നു. പക്ഷേ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗമുണ്ട്, ഡൈലാപ്പിലേറ്റഡ് ഏരിയാസ് ഉണ്ട്, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളും കാണാം. ഒരു കോഴി എവിടെ നിന്നോ വന്ന് കയറി അത് പിടിക്കാൻ ആൾക്കാർ കിടക്കുക, അതിൻ്റെ ഓണേഴ്സ്. ഇനി ആർട്ട് ഗാലറി ഉണ്ട്. ഒന്നൊന്നര വെയിലാണ് കേട്ടോ, ഉച്ച സമയം നല്ലോണം വെയിൽ കൊള്ളുന്നുണ്ട്. ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ് പാലസ്. ഇത് ഏരിയാസ് കംപ്ലീറ്റ്. ഇതാണ് മെയിൻ പാലസിൻ്റെ ആ ഒരു പ്രൊമൈസസ്. ഇത് ആർട്ട് ഗാലറി ആക്കിയിട്ടുണ്ട് തഞ്ചാവൂരിലെ. ഇത് നോക്കിയാൽ ഒരു നാടകത്തിൻ്റെ സെറ്റ് ഇട്ട പോലെ തോന്നുന്നു അല്ലേ. അങ്ങനത്തെ ഇപ്പോഴത്തെ മോഡേൺ പെയിൻറ്റിങ്ങൊക്കെ, ലൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചവർ അങ്ങനെ ആക്കിയതാണ്.
The protected monument കേട്ടോ. This monument has been declared as of historical importance under the Ancient Monument and Archaeological Sites and Remains of 1966. അതുകൊണ്ട് ഇത് പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണിത്. അപ്പോൾ ഇത് പാലസാണ്. അതായത് നായ്ക്കർ ഡൈനാസ്റ്റിയുടെ പാലസായിരുന്നു 16th സെഞ്ച്വറി ആ സമയത്ത്. 17th സെഞ്ച്വറി ഓൺവേർഡ്സാണ് മറാത്താസ് ഇവിടെ ഭരിക്കാനായിട്ട് ഇവിടെ എല്ലാം പിടിച്ചടക്കിയത്. വിജയരാഘവ നായക് എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ കാലത്ത് അവരുടെ പാലസ് ആയിരുന്നു ഇത് 16th സെഞ്ച്വറി. ഇവിടെ കാണുന്ന ഇതിപ്പോൾ പിന്നെ കൺവേർട്ട് 1950 ഓൺവേർഡ്സ് ഇത് മ്യൂസിയമായിട്ട് ആർട്ട് ഗാലറി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ എല്ലാം കാണുന്നത് അവരുടെയൊക്കെ പഴയ കാലത്തെ ദൈവങ്ങളൊക്കെയാണ്. പല സ്ഥലത്തുനിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ദക്ഷിണാമൂർത്തി പല സ്ഥലത്ത്. ഇത് 10th 11th സെഞ്ച്വറിയുടെ പ്രതിമയാണ്. ഇത് 16ാം നൂറ്റാണ്ടിലത്. പിന്നെന്താ ത്രിമൂർത്തി 12th സെഞ്ച്വറിയിൽ. ഇങ്ങനെ എല്ലാം ഇവിടെ കാണാം. സെൻറ്റർ പീസ് അതായത് ബ്രഹ്മാവ്, ദ ക്രിയേറ്റർ വിത്ത് 4 ഫേസസ്. ഇത് 11 12 നൂറ്റാണ്ടിൽ ആ 12th സെഞ്ച്വറിയിലുള്ളതാണ്. അവിടെ നിന്നെല്ലാം ഓരോ കാലഘട്ടത്തിലെയും കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആർട്ട് ഗാലറിയിലുള്ളത്. ഡാൻസിങ് വിനായക ലേറ്റ് ചോള പീരീഡിലുള്ളതാണ്. 12th സെഞ്ച്വറിയുടെ മിഡിലുള്ള ഡാൻസിങ് വിനായകയുടെ കൽപ്രതിമ. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ദ്വാരപാലകർ. ഇതെല്ലാം 10ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന കളക്ഷൻ. 16th മുതൽ അന്ന് തൊട്ട് 17ാം നൂറ്റാണ്ട് വരെയുള്ള കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇതായിരുന്നു നായ്ക്കർ പാലസ് 16th സെഞ്ച്വറി വരെ. ഇതെല്ലാം പഴയ നായ്ക്കർ കൊട്ടാരത്തിൻ്റെ ഭാഗം. ഇത് നടരാജ ഹാൾ. ഇതിനകത്ത് കംപ്ലീറ്റ് നടരാജ വിഗ്രഹങ്ങളുടെ ഒരു ഹാളാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ബ്രോൺസിൻ്റെയും കല്ലിൻ്റെയും പ്രതിമകളുടെ കളക്ഷനാണ്. ഇതൊരു നടുമുറ്റം. ഇത് കാണുമ്പോൾ ഒരു ടെമ്പിൾ ഗോപുരം പോലെ തോന്നുന്നില്ലേ, ടെമ്പിൾ ടവർ. പക്ഷേ ടെമ്പിൾ ടവർ അല്ല. ഇത് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് വെപ്പൺസ് അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ആയുധപ്പുരയായിരുന്നു എന്നാണ് പറയുന്നത്. 1855 തഞ്ചാവൂർ ഭരിച്ചിരുന്ന ശിവജി രണ്ടാമൻ്റെ കാലത്ത് അദ്ദേഹത്തിന് പുത്രന്മാരില്ലായിരുന്നു. അത് കാരണം ബ്രിട്ടീഷുകാർ ഇവിടേക്ക് വന്ന് തക്കം പാർത്തിരിക്കുമായിരുന്നു. അവർ ഇവിടേക്ക് വന്നിട്ട് തഞ്ചാവൂരിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കുകയും തലസ്ഥാനം നാഗപട്ടണത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചുറ്റും കാണുന്ന നായ്ക്കർമാരുടെ ആ ഡൈനാസ്റ്റിയുടെ കാലത്തെ കൊട്ടാര സമുച്ചയം, ഇത് നടുമുറ്റമൊക്കെ ആയിരുന്നു. ഇതിന് ചുറ്റും പാലസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കൺവേർട്ടഡ് ടു ആർട്ട് ഗാലറി ആയതിൻ്റെ മാറ്റങ്ങളാണ്. ഇതിനകത്ത് ബ്രോൺസ് ഇമേജസ് ആണ്. അവരുടെ ദർബാർ ഹാളായിരുന്നു ഇതിനകം നായ്ക്കർ ഡൈനാസ്റ്റിയുടെ ഈ കൊട്ടാരത്തിൻ്റെ. ഇതാണ് ഇവരുടെ പഴയ നായ്ക്കർ ഡൈനാസ്റ്റിയുടെ കൊട്ടാരത്തിൻ്റെ ഭാഗമായ ദർബാർ ഹാളാണിത്. സീലിംഗ് നോക്കൂ. ഓ മൈ ഗോഡ്. ഇവിടെ ഈ എന്താ പറയുക ആർട്ട് ഗാലറിയുടെ പാർട്ടായി കഴിഞ്ഞു ഈ ഒരു ദർബാർ ഹാളും. ഇവിടെ ഫുൾ ബ്രോൺസ് സ്റ്റാച്യൂസ് പല സെഞ്ച്വറീസിൽ ഉണ്ടായിരുന്നതാണ്. കടലൻകുടിയിൽ നിന്ന് കൊണ്ടുവന്നത്. അങ്ങനെ ഓരോരോ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്താണ് ഈ ഒരു തഞ്ചാവൂരിൻ്റെ പല പ്രദേശങ്ങളും. 12th 13th സെഞ്ച്വറി, 12th 14th സെഞ്ച്വറി, ഇത് 9th to 10th സെഞ്ച്വറി, 10 12ാം നൂറ്റാണ്ടിൽ. ഇതൊക്കെ നോക്കിയേ, കൃഷ്ണ സെമ്മൻകുടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 12 13ാം നൂറ്റാണ്ട്, 17th 18th. അയ്യോ എന്ത് രസമായിരിക്കുന്നു ഈ ഇങ്ങനെ ഡാൻസിങ് പോസിലൊക്കെ നിൽക്കുന്ന ബ്രോൺസ് സ്റ്റാച്യൂസ്. ഇത് പാർവതി ദേവിയുടെ കുറേ സ്റ്റാച്യൂസ്. ഇതുമൊക്കെ 12ാം നൂറ്റാണ്ട് 13ാം നൂറ്റാണ്ടിലെ ബ്രോൺസ് സ്റ്റാച്യൂസ്. ഓ ഇതിൻ്റെ സീലിംഗൊക്കെ നോക്കൂ, എന്തൊരു ഹൈറ്റാണ്. ഇത് പാലസിൻ്റെ ഭാഗമായിരുന്ന ദർബാർ ഹാളിൻ്റെ ഭംഗിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു ആർട്ട് ഗാലറിയുടെ പാർട്ടാണെങ്കിലും ഒരു കാലത്ത് ദർബാർ ഹാൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, അതായത് ഈ എലിവേറ്റഡ് പ്ലേസ് ഉണ്ടാവും ആ ദർബാർ ഹാളിൻ്റെ നടുക്കായിട്ട്. ആ നടുക്ക് ഇപ്പോൾ ഈ കാണുന്ന ഭാഗമായിരിക്കും അന്ന് ദർബാർ ഹാളിൽ രാജാവ് ദർബാർ നടത്തുന്ന സമയത്ത് രാജാവ് ഇരിക്കുന്ന വലിയ പീഠവും ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കും സെൻറ്റർ പീസായിട്ട്. ഇപ്പോൾ അവിടെ ഒരു സ്റ്റാച്ചു ആണ്.
എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു വീഡിയോയിൽ നിൽക്കില്ല. പക്ഷെ അത്രത്തോളം ഉണ്ട് ഇവിടെ. ദൈവങ്ങളുടെ എല്ലാം ബ്രോൺസ് സ്റ്റാച്യൂസ്, പഴയ കാലത്തെ മഹാവിഷ്ണു, ശ്രീദേവി, ഭൂദേവി ഒക്കെ ബ്രോൺസിലെ സ്റ്റാച്യൂസാണ്. 10ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുന്ന കളക്ഷനാണ്. 16, 17ാം നൂറ്റാണ്ട് വരെ ഉള്ളത് ഇവിടെ ഉണ്ട്. പല പല പോസ്റ്ററിലിരിക്കുന്ന ഇതൊക്കെ വളരെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പുള്ള കാര്യങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആർട്ടിസ്റ്റുകളുടെ കലാവിരുതാണ് നമ്മളിവിടെ കാണുന്നത്. തഞ്ചാവൂർ അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. പിന്നെ ഇവിടെ ഈ സെൻറ്റർ പീസായിട്ട് രാജ സർഫൂജിയുടെ ഒരു പ്രതിമയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ ദർബാറിൻ്റെ ഒത്ത നടുക്കായിട്ട്. ഇപ്പോൾ ഇത് അങ്ങനെയാണ്. അന്ന് കാലത്ത് രാജാവിൻ്റെ കാലത്ത് അത് രാജാവ് സദസ്സ് കൂടുന്നൊരു സ്ഥലമായിരുന്നിരിക്കാം ദർബാർ ഹാൾ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓവറോൾ കാര്യം. നമ്മൾ നേരത്തെ കണ്ട ആ ബിൽഡിങ്ങിലെ ദർബാർ ഹാളല്ല, ഇത് നായ്ക്കർ പാലസിൻ്റെ ഭാഗമായിരുന്ന ദർബാർ ഹാളാണ്. പാർട്ട് ഓഫ് ദാറ്റ്. ഇതെല്ലാം പാലസ് കോംപ്ലക്സിൻ്റെ പാർട്ട്. എല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി. ആ ഭാഗത്തൊക്കെ മ്യൂസിയം, ഈ ഒരു നായ്ക്കർ കൊട്ടാരത്തിൻ്റെ ഭാഗമെല്ലാം ആർട്ട് ഗാലറി. ഇനി ഇത് എക്സ്ക്ലൂസീവ്ലി നടരാജർ ഹാൾ എന്ന് പറഞ്ഞിട്ട് നടരാജ വിഗ്രഹങ്ങളുടെ മാത്രം ഒരു ഏരിയ. ഓ, നടരാജ സ്കൾപ്ചേഴ്സ് ഓരോരോ കാലഘട്ടത്തിലെയും ബ്രോൺസ് 11ാം നൂറ്റാണ്ട് മുതലുള്ളതുണ്ട്. ദിസ് ഇസ് 11th century നടരാജർ. അത് കുറച്ചുകൂടി പിന്നീടുള്ളതാണ്. ദറ്റ് ഈസ് 19th century ആണ്. ഇത് 11ാം നൂറ്റാണ്ട്. ആലോചിച്ച് നോക്കുക എത്ര വർഷങ്ങളുടെ പഴക്കം. ഇതും 11th century, ഇത് 11th century, ഇത് 11th century നടരാജർ. അപ്പോൾ ഈ ഒരു ഹോള് കംപ്ലീറ്റ് നടരാജ വിഗ്രഹങ്ങളാണ്. നടരാജ എന്ന് പറയുന്നത് എന്താണ്? 10ാം നൂറ്റാണ്ടിലാണ് ചോള രാജാക്കന്മാരുടെ കാലത്താണ്. ഇതൊരു ഗോൾഡൻ ഏജ് ആയിരുന്നു ആ സമയം, തമിഴ് കൾച്ചർ ആൻഡ് ആർട്ടിൻ്റേത്. ആ സമയത്ത് നടരാജ എംബോഡീസ് ദ ഡൈനാമിക് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. നടരാജ എന്ന് പറയുമ്പോൾ ശിവഭഗവാനാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. ശിവഭഗവാനാണ് നടരാജ രൂപത്തിൽ നൃത്തം ചെയ്യുന്നത്. ആ ഡാൻസ് എന്ന് പറഞ്ഞാൽ കോസ്മോസിനെ മോഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഹിസ് ഡാൻസ് സെറ്റ്സ് ദ കോസ്മോസ് ഇൻ മോഷൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സിംബലൈസിങ് ടൈം ആൻഡ് ദ കോസ്മിക് റിതംസ്. പിന്നെ അതുപോലെ ഈ നടരാജ വിഗ്രഹങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 9ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെ, അതായത് ചോള ഡൈനാസ്റ്റി പീരീഡ്. ലോസ്റ്റ് വാക്സ് വെച്ചിട്ടൊരു കാസ്റ്റിംഗ് മെത്തേഡിൽ ഷോക്കേസിങ് ഏൻഷ്യൻ ഇന്ത്യാസ് അഡ്വാൻസ്ഡ് മെറ്റലർജിക്കൽ സ്കിൽ. ഇതിൻ്റെ ഉള്ളിൽ ഒരു കാസ്റ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വാക്സ് വെച്ചിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ നടരാജ എന്ന് പറയുമ്പോൾ ലോർഡ് ശിവ, ദ ലോർഡ് ഓഫ് ഡാൻസ്, പെർഫോമിങ് ദ താണ്ഡവ ഡാൻസ്, സിംബലൈസിങ് ദ സൈക്കിൾ ഓഫ് എന്താ പറയുക, ക്രിയേഷൻ, പ്രിസർവേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. താണ്ഡവ നൃത്തമാണ് ശിവഭഗവാന്റെ. അത് പറയുന്നത് ലോർഡ് ഓഫ് ഡാൻസ് പെർഫോമിങ് ദി താണ്ഡവ, സിംബലൈസിങ് ദ സൈക്കിൾ ഓഫ് ക്രിയേഷൻ, പ്രിസർവേഷൻ, അതായത് ഉത്ഭവം, പരിപാലനം ആൻഡ് ഡിസ്ട്രക്ഷൻ, അത് നശീകരണം എല്ലാം കൂടി ചേർന്ന് വരുന്നതാണത്. ഇത് നടരാജ വിഗ്രഹത്തിൻ്റെ ഈ 11ാം നൂറ്റാണ്ട്. ഇവിടെ ഒരുപാട് 11ാം നൂറ്റാണ്ടിലെ നൃത്തരൂപങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പൊസിഷനിങ് പറഞ്ഞുതരാം. ശിവൻ്റെ തലമുടി ഇത് മേളിൽ ക്രസൻറ്റ് മൂണുണ്ട്. അത് സിംബലൈസ് ചെയ്യുന്നത് പാസേജ് ഓഫ് ടൈം ആൻഡ് ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ലൈഫാണ്. ഇമ്മോർട്ടാലിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നെന്താ, വെയിനിങ് ഓഫ് മൂൺ, ബാലൻസ് ബിറ്റ്വീൻ ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. അദ്ദേഹം ചവിട്ടി നിൽക്കുന്നത് ഒരു ഡോർഫിനെയാണ്. ഡോർഫ് എന്ന് പറയുന്ന ഒരു ഡമണാണ്. ശിവഭഗവാന്റെ റൈറ്റ് ഫുട്ട്, വലത്തെ കാലിൻ്റെ അടിയിൽ ചവിട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. അത് സിംബലൈസ് ചെയ്യുന്ന ഇഗ്നറൻസ് ആൻഡ് ഇല്യൂഷനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അദ്ദേഹം ഇഗ്നറൻസിനെയും ഇല്യൂഷനെയും ചവിട്ടി താഴ്ത്തുന്നു എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ഇത് കാണിക്കുന്നത് ശിവഭഗവാന്റെ വിജയം ഓവർ ഡാർക്ക്നെസ് ആൻഡ് ദ സപ്രഷൻ ഓഫ് ഇഗ്നറൻസ് ടു റിവീൽ ട്രൂത്ത് ആൻഡ് എൻലൈറ്റൻമെൻറ്റ്. മനുഷ്യരുടെ, അതായത് നമ്മുടെ അറിവില്ലായ്മയും പിന്നെന്താ പറയുക, നമുക്ക് ഉള്ളിലുണ്ടാകുന്ന ഇരുട്ട്, ഡാർക്ക്നെസ്, നെഗറ്റീവ് എനർജി എല്ലാം ചവിട്ടി താഴ്ത്തിയിട്ട് അതിനെല്ലാം മാറ്റിമറിക്കുന്ന ഒരു പോസാണത്. എന്നിട്ട് റിവീലിംഗ് ട്രൂത്ത് ആൻഡ് എന്താ പറയുക, എൻലൈറ്റൻമെൻറ്റ്, നമുക്ക് പുതുവെളിച്ചവും അറിവും പകരുന്ന ഒരു കാര്യം. നടരാജ നൃത്തം വളരെ വളരെ പ്രസിദ്ധമാണത്. ശിവഭഗവാന്റെ ഏറ്റവും ഒരു ലോർഡ് ഓഫ് ഡാൻസാണ് നടരാജ ഭഗവാൻ എന്ന് പറയുന്നത്. അതായത് നൃത്തത്തെ ഉപാസിക്കുന്നവർക്ക് സിംബോളിക്കായിട്ട് പറയാണെങ്കിൽ ശിവഭഗവാനാണ് അവരുടെ ദൈവം.
പ്രാർത്ഥനയോടുകൂടി തന്നെ ചെയ്യണം അവർക്ക് ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ നായ്ക്കർ ഡൈനാസ്റ്റിയുടെ പാലസ് പ്രൊമൈസസിൽ നിന്നും കൺവേർട്ടഡ് ടു ആർട്ട് ഗാലറി ആ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നു. ഞാൻ നല്ല കളർഫുള്ളാക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ മോഡേൺ. സത്യമായ ചൂട് കൊണ്ട് തളർന്നു. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഇവിടെ സ്വീറ്റ് കം സാൾട്ട്, ഒരു സോഡ ലൈം വാങ്ങണു. തളർന്നു. സ്വീറ്റ് ആൻഡ് സാൾട്ട്, സോഡ ലെമൺ. രണ്ട് സൈഡിലും ഉണ്ട് ഇങ്ങനെ കട. இது வந்து സ്വീറ്റ് ആൻഡ് സാൾട്ട്. ഓക്കെ, அப்படியே குடிங்கம்மா. ஸ்வீட் சால்ட் மிக்சிங் എടുക്കട്ടോ. ഓക്കെ, வாங்க இந்தாங்க. ആ എന്തൊരാശ്വാസം. പറഞ്ഞറിയിക്കാൻ ബാക്കിയത്. ഇവിടെ എല്ലാം ഭയങ്കര തിരക്കഥ കേട്ടോ. രണ്ട് കടയുള്ളൂ വെളിയിൽ, രണ്ട് ചെറിയ ഉണ്ട് വണ്ടീസ്. സ്വീറ്റ് ആൻഡ് സോൾട്ട് ലെമൺ സോഡ. உள்ள உட்காருங்க. ഈ കൊട്ടാര കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്ന മറ്റൊരു മനോഹരമായൊരു സ്ട്രക്ചറാണ് ഇത്. 7 നിലകളുള്ളൊരു മണിമാളിക. ഇത് ബെൽ ടവർ എന്നാണ് പറയുന്നത്. 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തെ നായ്ക്കർ രാജാവായിരുന്ന വിജയരാഘവ നായ്ക്കർ പണി കഴിപ്പിച്ചതാണ് ഈ ഒരു ബെൽ ടവർ. ഈ ഒരു കൊട്ടാരവും അതിനോട് ചേർന്നിരിക്കുന്ന ഈ ബെൽ ടവറും ഒക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ളതാണ്. ഇതിന് 7 നിലകളാണ് ഈ മണിമാളികയ്ക്കുള്ളത്. ഇതിൻ്റെ ഏറ്റവും വെളിക്കറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് ഈ ഒരു പാലസ് കോംപ്ലക്സ്. അതായത് ഈ ബെൽ ടവറുണ്ട്, അതുപോലെ തന്നെ കൊട്ടാരമുണ്ട്, കൊട്ടാരത്തിൻ്റെ ആ ഭാഗങ്ങൾ. ഇപ്പോൾ അതെല്ലാം മ്യൂസിയമായിട്ടും ആർട്ട് ഗാലറി ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ പല 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 ബിൽഡിങ്സാണ്. പിന്നെ വെപ്പൺസൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന ടവറുണ്ട്. ആ ടവർ പോലെ കാണുന്ന ആ ഒരു ഭാഗം അത് അവരുടെ ആയുധശേഖരം സൂക്ഷിച്ചിരുന്ന ഒരു ടവറാണ്. കണ്ടു കഴിഞ്ഞാൽ ക്ഷേത്ര ഗോപുരം പോലെ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് ഈ ഒരു വലിയൊരു പാലസ് കോംപ്ലക്സ് എന്ന് പറയാം. ഇവിടെ നല്ല കൂൾ. ഈ നടുമുറ്റത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നിറച്ച് മരങ്ങളും. അപ്പോൾ ഈ കാണുന്നതാണ് സരസ്വതി മഹൽ ലൈബ്രറി. ഇനി ഇതിനകത്തേക്ക് കയറാം. ഇപ്പോൾ ദർബാർ ഹാളിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. ദർബാർ ഹാൾ പ്രോപ്പറായിട്ട് കണ്ടില്ല, കാര്യം റിനോവേഷൻ അടച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ സൈഡിലുള്ള മ്യൂസിയം ഒക്കെ കണ്ടു. പിന്നെ ഇത് അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ സരസ്വതി മഹൽ ലൈബ്രറി ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. അമൂല്യമായ പുസ്തക ശേഖരം. ഇതിനകത്ത് ഫോട്ടോഗ്രാഫ്സ് അലൗഡ് അല്ല. എനിക്ക് കയറാം. ഇതൊരു മ്യൂസിയമാണ്. ഓക്കെ, മറ്റൊരു മ്യൂസിയം. ഈ സരസ്വതി മഹൽ ലൈബ്രറിക്കകത്ത് വെളിയിൽ കുറേ പുസ്തക ശേഖരമുണ്ട്. അതൊന്നും അല്ല. ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തൊരു സെക്ഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അമൂല്യമായ കുറേ കാര്യങ്ങൾ, മാനുസ്ക്രിപ്റ്റ്സ് ആണെങ്കിലും പല്ലക്കുകളാണെങ്കിലും ഒരുപാട് ഫോറിൻ ലിറ്ററേച്ചർ അതിനകത്ത് കാണാം. പഴയകാല എഴുത്തുകുത്തുകൾ, മറ്റു കാര്യങ്ങൾ ഒരുപാട്. അതിങ്ങനെ കാണിക്കാൻ പറ്റില്ല. അതിനെ അത്ര പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തഞ്ചാവൂർ വരികയാണെങ്കിൽ ഈ ഒരു പാലസ് കോംപ്ലക്സ് ഒരു മസ്റ്റ് വിസിറ്റാണ്. അതായത് തഞ്ചാവൂർ പാലസ് എന്ന് പറയും, മറാത്ത പാലസ് എന്നും പറയും. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ദർബാർ ഹാൾ ഇപ്പോൾ റിനോവേഷൻ നടക്കുന്നു. എന്നാലും അതിനോട് ചേർന്നിട്ടുള്ള മ്യൂസിയം, ആർട്ട് ഗാലറി, സരസ്വതി മഹൽ ലൈബ്രറിയുടെ ഉള്ളിൽ പോയി കാണാം. പിന്നെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നായ്ക്കർ കൊട്ടാരത്തിൻ്റെ ഉൾഭാഗത്തുള്ള ആർട്ട് ഗാലറിയും നടരാജ മ്യൂസിയം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ അതിനകത്ത്. അവിടുത്തെ ദർബാർ ഹാൾ, അങ്ങനെയുള്ള കുറേ ആർട്ട് ലവേഴ്സിൻ്റെ ഒരു ഹിസ്റ്ററി ആൻഡ് ചരിത്രവും ആർട്ടും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അമൂല്യമായ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റേതായ ഒരു ഫെറ്റീഗ് ഉണ്ട്. നല്ലതായിട്ട് വേർക്കണോ ഇല്ല, പക്ഷെ കാര്യമില്ല. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നേരെ തിരിച്ച് ഞാൻ താമസിക്കുന്ന നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്, സർവീസ് അപ്പാർട്ട്മെൻറ്റ്. അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി അടുത്ത എക്സ്പ്ലോറേഷൻ തുടങ്ങുന്നു, അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രസ് ചേഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കണം, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ വീണ്ടും കാണാം. ലവ് യു ഓൾ. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നൈസ് ട്രാവൽ വ്ലോഗ്സ്.